ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള കോസ്മോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിലെല്ലാം കാണുന്ന ഫ്ലവറാണിത്. റെഡ് കളറ് ഇവിടെ അധികം കാണാറില്ല, പക്ഷേ റെഡ് കളർ മാത്രമല്ല പല കളറ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 4 കളറ് ക്രേപ്പ് പേപ്പറാണ്. മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. യെല്ലോ കളർ ക്രേപ്പ് പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ് കോസ്മോസ് ഫ്ലവർ. നമ്മൾ പലരും പല പേരുകളിലായിട്ടാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ ക്രേപ്പ് പേപ്പറും അതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ക്രേപ്പ് പേപ്പർ മേടിക്കുമ്പോൾ 2 ഭാഗത്തും സെയിം കളർ വരുന്ന ക്രേപ്പ് പേപ്പർ മേടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ക്രേപ്പ് പേപ്പറിന് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഒരു ഭാഗത്തുള്ളത്. ഇനി നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പെറ്റൽ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പെറ്റലിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷേപ്പ് കിട്ടും. അതിനുശേഷം പെറ്റലിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇതുപോലെ 8 പെറ്റൽസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് യെല്ലോ കളർ ക്രേപ്പ് പേപ്പർ ഇതുപോലെ സ്റ്റെം വയറിൽ വെച്ചിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ബ്ലാക്ക് കളർ ക്രേപ്പ് പേപ്പറും ഞാൻ ഇതുപോലെ തന്നെ ഗം വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ. എല്ലാവരും വീഡിയോ കൊണ്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കോസ്മോസ് ഫ്ലവറിൻ്റെ ഉൾഭാഗം ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ പെറ്റൽസ് ആയിട്ട് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂല് വെച്ചിട്ട് തന്നെ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലവറിന് താഴെയുള്ള സെപ്പൽസ് ഉണ്ടാക്കി കൊടുക്കാം. സെപ്പൽസ് ഉണ്ടാക്കാനുള്ള മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നേരത്തെ കാണിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
രണ്ട് സൈഡും ഞാൻ അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കത് ഗ്ലൂ വെച്ചിട്ട് ഫ്ലവറിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പ് ആണ്. ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഞാൻ സ്റ്റെമ്മുമ്മൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ലീഫാണ്. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്ലൂ വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റെം വയർ അതിന് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. തിരിച്ച് പിടിച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കതൊന്ന് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കോസ്മോസ് ഫ്ലവറിൻ്റെ ലീഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പ്രത്യേക ഷേപ്പാണ് അതിന്. അപ്പം നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ കുഞ്ഞു കുഞ്ഞു ലീഫിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റെം വയർമ വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോസ്മോസ് ഫ്ലവർ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു.